ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്റ്റാൻലിയും വെൽസിമിയും തമ്മിലുള്ള വഴക്കിനെ പറ്റിയെല്ലാം അലീന ഔതക്കുട്ടിച്ചായിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട്. അവർക്കിടയിലെ പ്രശ്നങ്ങൾ വഷളാവാൻ റീത്താമയും ഒരു കാരണമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അത്താഴത്തിന് സമയമായപ്പോഴേക്കും സ്റ്റാൻലി കൈ കഴുകി ഡൈനിങ് റൂമിൽ വന്നിരുന്നു. അധികം വൈകാതെ ഔതക്കുട്ടിച്ചായനും അവിടേക്കെത്തി. പൗലോസ് ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാം, എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാതെ? അപ്പച്ചൻ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാനും ഇന്ന് ഉപവാസത്തിലാ. ഓഹോ, അവളുടെ കൂടെ കക്ഷി ചേർന്ന് അപ്പച്ചനും എന്നെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? എടാ, നിന്നെ വെല്ലുവിളിക്കാൻ എൻ്റെ തലയ്ക്കകത്ത് വല്ല ഓളം ഉണ്ടോ? പിന്നെ എന്നാത്തിനാ അപ്പച്ച ഉപവാസം എന്ന് പറഞ്ഞേ? എടാ, ഈ ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ വെറും പുല്ലാണ് കാണിച്ചു കൊടുക്കണ്ടേ അവൾക്ക്? ഇത്രയും പ്രായം ചെന്ന ഒരാൾക്ക് നിരാഹാരം ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവളുടെ നിരാഹാരത്തിന് എന്ത് വിലയുള്ളത്? ഓ, അത് ശരി. അപ്പോൾ അലീന നിരാഹാരം ഇരിക്കുമ്പോഴൊക്കെ അപ്പച്ചനും നിരാഹാരം ഇരിക്കുമോ? പിന്നെന്താ, പുഷ്പം പോലെ ഇരിക്കും. നീ നോക്കിക്കോ. ആ, എനിക്ക് തോന്നുന്നില്ല അപ്പച്ചനെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നു. അതെന്നാടാ അങ്ങനെ ഒരു പറച്ചില്? ഈ ഉപവാസത്തിന്റെ സുഖമൊക്കെ ഒരാൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. ഞാനും ഒന്ന് നോക്കട്ടെ. ആ, നടക്കട്ടെ നടക്കട്ടെ. വല്യപ്പച്ചനും മോളും എന്നാന്ന് വെച്ചാൽ ആയിക്കോ. ഇതെവിടെ വരെ പോകുന്നു നമുക്ക് നോക്കാം. അത്രയും കേട്ടുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പോഴേക്കും അലീനയും ഔതുക്കുട്ടിച്ചായനും ഡൈനിങ് ടേബിളിന്റെ അടുത്തെത്തി. ഡൈനിങ് ടേബിളിൽ ഒരുപാട് വിഭവങ്ങളുണ്ടായിട്ടും അലീന ഒരു ദോശയും അല്പം ചമ്മന്തിയും മാത്രമേ എടുത്തുള്ളൂ. അത് കണ്ടുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ അലീനോട് പറയുകയാണ്, വയറ് നിറച്ച് കഴിക്കുമോളെ, ഇന്നലെ മുഴുവൻ നിരാഹാരം കിടന്നതല്ലേ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, നാളെയും ഇതുപോലെ ഉപവാസം ഇരിക്കേണ്ടതല്ലേ വലിയപ്പച്ച. ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒയ്യോ മോളെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അതൊന്നും സാരില്ല വലിയപ്പച്ച, ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാ. ഇത് ശീലമായ ക്ഷീണമൊക്കെ പമ്പ കടക്കും. സ്റ്റാൻലി ആണെങ്കിൽ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. പിറ്റേ ദിവസം വീണ്ടും അലീന ഉപവാസം ഇരുന്നു. അവളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഔതുക്കുട്ടിച്ചായനും ഉച്ചവരെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നു. ഉച്ചയായപ്പോഴേക്കും ഔതുക്കുട്ടിച്ചായന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. അയാൾ സ്റ്റാൻലിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. ഉദ്ദേശിച്ച പോലെ അത്ര സുഖമൊന്നല്ല ടലാലിച്ച ഈ ഉപവാസം എന്ന് പറയുന്നത്. വയറ് കാഞ്ഞിട്ടാണെങ്കിൽ ഇരിക്കാനും നടക്കാനും വയ്യ. അവൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ആവോ. സ്റ്റാൻലി ആണെങ്കിൽ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ അവളെ തിരിച്ചു കൊണ്ടുപോയി വിട്ടേക്ക് ലാലിച്ച. മര്യാദയ്ക്ക് ഭക്ഷണമെങ്കിലും കഴിച്ച് ജീവിക്കട്ടെ. 23 കൊല്ലം അനാഥാലയത്തിൽ പട്ടിണി കിടന്നിട്ട് ദേ ഇവിടെ വന്നപ്പോഴും പട്ടിണി. നമ്മൾ എന്നത്തിനാ ഈ പാപമെല്ലാം ചുമക്കുന്നത്? അപ്പച്ചന്റെ വാക്കുകൾ കേട്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചോ അവളോട് പട്ടിണി കിടക്കാൻ? അവളായിട്ട് തീരുമാനം എടുത്തതല്ലേ. അവളുടെ സ്വഭാവം നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ ലാലിച്ച? നീയുമായിട്ട് ഒത്തുപോകാൻ അവൾക്ക് ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ പുനലൂർക്ക് കൊണ്ടുപോക്കോളാം. ഉടനെ സ്റ്റാൻലിയുടെ മറുപടി വന്നു, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ലാലിച്ച, ഈ 3 ദിവസത്തിനിടയിൽ ഒരു ദിവസം മാത്രമേ അവൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അവളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അതിന്റെ വാട്ടം. കണ്ണെല്ലാം കുഴിഞ്ഞ് കവിളോട്ടി ആകപ്പാടെ കോലം കെട്ടുപോയി എൻ്റെ കൊച്ച്. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചനൊരു കാര്യം ചെയ്, ചോറുണ്ടേച്ച് സ്ഥലം വിടാൻ നോക്ക്. അങ്ങ് പുനലൂർ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണി കാണുമല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം ഞാൻ നോക്കിക്കോളാം. സ്റ്റാൻലി പറഞ്ഞത് ഔതുക്കുട്ടിച്ചായൻ ഒട്ടും പിടിച്ചില്ല. ഓ പിന്നെ, നിന്റെ ചോറ് തിന്നാനല്ലേ ഞാൻ വന്നിരിക്കുന്നേ, ഒന്ന് പോയേടവേ. ഇതും പറഞ്ഞുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നീ എന്നാ ഇത്ര വലിയ കേണലായത്? എൻ്റെ മടിയെ കിടന്ന് കളിച്ച് വളർന്നവനല്ലേടാ നീ, എന്നിട്ടിപ്പോ വലിയ വാചകം അടിക്കാൻ വന്നിരിക്കുന്നു. ഡൈനിങ് റൂം വിട്ടു പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി ഔതുക്കുട്ടിച്ചായൻ പറഞ്ഞു. എന്നാ നീ ഇതും കൂടി കേട്ടോ. ഇന്നു മുതൽ ഞാനും ചിന്നമ്മയും ഒറ്റക്കെട്ടാ. ഞങ്ങളെ തോപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ഒന്ന് തോപ്പിക്കേ. വൈകുന്നേരം സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ട് മുറിയിലിരിക്കുമ്പോൾ അലീന പ്രാക്കൂടിനരികിലേക്ക് പോകുന്നത് അയാൾ കണ്ടു. സ്റ്റാൻലി എഴുന്നേറ്റ് ജനാലയ്ക്കരികെ ചെന്ന് നോക്കി. അലീന പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. നായ്ക്കളിൽ ചിലതൊക്കെ അവളുടെ പിറകെ തന്നെയുണ്ട്. അവളുടെ നടത്തത്തിലും പഴയ വേഗതയൊന്നും കാണാനില്ല. ആകെ ഒരു മന്ദതയാണ്. ക്ഷീണിതയാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാലറിയാം. രാത്രി അത്താഴത്തിന് മുമ്പ് സ്റ്റാൻലി അലീനയുടെ അടുത്ത് ചെന്ന് അവളെ അത്താഴം കഴിക്കാൻ വിളിച്ചു. അലീന, എഴുന്നേറ്റ് വന്നേ. മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു അലീന. പെട്ടെന്ന് പപ്പയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടി എഴുന്നേറ്റു. സ്റ്റാൻലി ഡൈനിങ് റൂമിലേക്ക് അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. പിന്നാലെ അലീനയും ചെന്നു. ഇങ്ങോട്ട് ഇരുന്നേ, സ്റ്റാൻലി ഒരു കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അലീന അവിടെ ഇരുന്നു. ഔതുക്കുട്ടിച്ചായനും ശബ്ദം കേട്ട് ഡൈനിങ് റൂമിലേക്ക് എത്തി. സ്റ്റാൻലി പൗലോസിനെ വിളിച്ചു. പൗലോസ് ആണെങ്കിൽ ഒരു കാസ്ട്രോളുമായി ഡൈനിങ് റൂമിലേക്ക് വന്നു. പൗലോസേ, ഈ ഇരിക്കുന്നത് എൻ്റെ മകളാണ്. ഇന്നു മുതൽ നീ ഇവള് പറയുന്ന പോലെ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് ഇവള് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കണ്ട. സദ്യ വെക്കണമെന്ന് പറഞ്ഞാൽ അത് വെക്കണം. ഒരു പരാതിയും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരണ്ട. അതായത് നിന്റെ മുമ്പിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ എൻ്റെ മോള് പറയുന്ന പോലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുത്തെ സേവനം മതിയാക്കുക. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ. പൗലോസ് മുഖത്തടിയേറ്റതുപോലെ നിന്നുപോയി. ഔതുക്കുട്ടിച്ചായനും അത് നന്നായി ബോധിച്ചു. അപ്പോൾ സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, നിനക്കെന്നേലും പറയാനുണ്ടെങ്കിൽ പറയടാ പൗലോസേ. മുതലാളി, ഞാൻ ഇത്രയും കാലം ഒരു കുഴപ്പം കാണിക്കാത്തല്ലേ ഇവിടെ നിന്നത്. സമ്മതിച്ചടാ, സമ്മതിച്ചു. നീ നന്നായി തന്നെ ജോലി ചെയ്തത്. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പൗലോസ് പെട്ടെന്ന്, അതിനെക്കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണം. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്.
അതിനുള്ളിൽ നിന്റെ തീരുമാനം അറിയിച്ചാൽ മതി. എന്നാ പോയിക്കോ. പൗലോസ് അത് കേട്ട് അടുക്കളയിലേക്ക് പോയി. സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, തൃപ്തിയായില്ലേ നിനക്ക്? അലീനയുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. താങ്ക് യു പപ്പ. അപ്പോൾ സ്റ്റാൻലി ഒരു പ്ലേറ്റ് എടുത്ത് അവളുടെ മുമ്പിലേക്ക് വെച്ച് അതിലേക്ക് ചപ്പാത്തിയും കറികളും കോരിയിട്ടു. ഇനി നിനക്ക് നിന്റെ സമരം അവസാനിപ്പിക്കാം. അലീന എഴുന്നേറ്റ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പപ്പ സോറി. അത് കേട്ടുകൊണ്ട് ഒട്ടും ഗൗരവം വിടാതെ സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ ഒരു സോറി? അത് പിന്നെ പപ്പയ്ക്കെതിരെ സമരം ചെയ്തേന്. അത് ശരി, അപ്പോൾ സമരം തന്നെയായിരുന്നു അല്ലേ? സോറി പപ്പ, സോറി. ഇറ്റ്സ് ഓക്കെ, പോയിരുന്ന് കഴിക്കാൻ നോക്ക്. അപ്പം അലീന പറയുകയാണ്, പപ്പ എനിക്ക് എന്തെങ്കിലും എടുത്ത് തന്നിട്ട് വേണം എൻ്റെ ഉപവാസം അവസാനിപ്പിക്കാൻ. സ്റ്റാൻലി ഒരു ഫോർക്ക് എടുത്ത് ഒരു ഓംപ്ലേറ്റിൻ്റെ പീസ് എടുത്ത് അലീനയ്ക്ക് നേരെ നീട്ടി. അലീന ഫോർക്ക് പിടിച്ചു വാങ്ങി പ്ലേറ്റിൽ വെച്ചു. എന്നിട്ട് പറയുകയാണ്, കൈകൊണ്ടെടുത്ത് ദാ പപ്പ. ഒരപ്പൻ മകൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തരുന്നതല്ലേ? സ്റ്റാൻലിക്ക് അല്പം കുറച്ചിൽ തോന്നിയെങ്കിലും അയാൾ അവൾ പറഞ്ഞതുപോലെ അനുസരിച്ചു. കൈകൊണ്ട് ഒരു കഷ്ണം ഓംപ്ലേറ്റ് എടുത്ത് അവളുടെ നേരെ നീട്ടി. അലീനയാണെങ്കിൽ ആ കൈയെടുത്ത് വായിലേക്ക് വെച്ചു. അതുപോലെ ഒരു കഷ്ണം അവൾ കൈകൊണ്ടെടുത്ത് സ്റ്റാൻലിക്ക് നേരെ നീട്ടി. പപ്പയുടെ മോള് ആദ്യമായിട്ട് തരുന്നതല്ലേ, കഴിക്കു പപ്പ. ഒരു കൊച്ചുകുട്ടിയെ പോലെ അയാൾ വായ തുറന്നു. അലീനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. താങ്ക് യു പപ്പ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. സ്റ്റാൻലി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. എങ്കിലും ഇതുവരെ അറിയാത്ത ഒരു സ്നേഹത്തിൻ്റെ സ്പർശവും സുഗന്ധവും അയാൾ അനുഭവിച്ചു. ഔതക്കുട്ടിച്ചായനാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് പിറ്റേ ദിവസം പ്രഭാതമാണ്. പൗലോസ് കിച്ചണിലെത്തുമ്പോഴേക്കും അലീന ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൗലോസിനെ കണ്ടതും ഒരു കപ്പെടുത്ത് പൗലോസിൻ്റെ നേരെ നീട്ടി. ഇതാ പൗലോസേട്ട ചായ. പൗലോസേട്ടൻ ഒന്നും മിണ്ടിയില്ല. അലീന വീണ്ടും ചോദിച്ചു, പൗലോസേട്ടൻ എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് വേണ്ട കുഞ്ഞെ. അതെന്താ വേണ്ടാത്തത്? പൗലോസേട്ടൻ ചായ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഹാ, വേണ്ടെന്ന് പറഞ്ഞില്ലേ കുഞ്ഞെ, പിന്നെ എന്നാത്തനാ നിർബന്ധിക്കുന്നത്? അപ്പം അലീന പറയുന്നുണ്ട്, പൗലോസേട്ടാ എന്നാത്തന എന്നോട് ഈ പിണക്കം? എനിക്ക് പൗലോസേട്ടനോട് ഒരു പിണക്കുമില്ല. എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ പൗലോസേട്ടൻ നല്ലത്. പൗലോസേട്ടൻ തിരിച്ചൊന്നും പറയാതെ ഒരു ചായപാത്രം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് സ്റ്റൗവിൽ വെച്ചു. പൗലോസേട്ടൻ ചായ ഇടാൻ പോവാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. തേയിലെടുത്ത് വെള്ളത്തിലിടാൻ പോയപ്പോഴേക്കും അലീന അതിൽ കയറി പിടിച്ചു. പൗലോസേട്ടന് ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്നാത്തിനാ പൗലോസേട്ടാ വേറൊരെണ്ണം? ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. ഒരു കപ്പ് ചായ ഇടണമെങ്കിലും ഇവിടെ അനുവാദം ചോദിക്കണോ? അത് വേണമല്ലോ പൗലോസേട്ടാ. എനിക്ക് മറ്റുള്ളവരിട്ട് ചായ ഇഷ്ടമല്ല, ഞാൻ തന്നെ ഇടണം. അതാ എൻ്റെ ഒരു ശീലം. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. അത് ശരിയായിരിക്കാം, പക്ഷേ ഇനി അത് പറ്റത്തില്ല. സ്വന്തം ഇഷ്ടത്തിന് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ പൗലോസേട്ടൻ സ്വന്തം വീട്ടിൽ പോയി ഉണ്ടാക്കി കുടിക്കണം. ഇപ്പോൾ പൗലോസേട്ടൻ ഈ കാണിച്ചത് സ്വന്തമായി ഉണ്ടാക്കി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പൗലോസേട്ടാ, എൻ്റെ മനസ്സിൽ പൗലോസേട്ടനോട് യാതൊരു ശത്രുതയില്ല. ഞാൻ ഈ രാവിലെ തന്നെ അടുക്കളയിൽ കയറി വന്നത് പൗലോസേട്ടനെ പാഠം പഠിപ്പിക്കാനൊന്നല്ല. പൗലോസേട്ടൻ വെച്ചുണ്ടാക്കുന്നതൊക്കെ എനിക്ക് നോക്കി പഠിക്കാമല്ലോ. മാത്രമല്ല എനിക്കറിയാവുന്ന ചില കറിക്കൂട്ടുകളൊക്കെ ഞാൻ അങ്ങോട്ടും പറഞ്ഞു തരാം. അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. പൗലോസേട്ടൻ പക്ഷേ അത് വേറൊരു രീതിയിലാണ് എടുക്കുന്നത്. ഒരു കാര്യം പൗലോസേട്ടൻ ഓർമ്മയിൽ വെച്ചോ, എൻ്റെ അടുത്ത് മത്സരിക്കാനാണ് ഭാവമെങ്കിൽ പെട്ടിയും കിടക്കും ചുരുട്ടി പൗലോസേട്ടൻ ഇവിടുന്ന് പോവേണ്ടി വരും. 2-3 ദിവസം കൂടി ഞാൻ നോക്കും പൗലോസേട്ടൻ്റെ മനോഭാവം എന്താണെന്ന്. ഇനിയെല്ലാം പൗലോസേട്ടൻ്റെ ഇഷ്ടം. ഇത്രയും പറഞ്ഞുകൊണ്ട് അലീന അടുക്കളയിൽ നിന്ന് പോയി. പൗലോസാണെങ്കിൽ മുഖത്തടിയേറ്റ പോലെ നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. വേലക്കാരുടെ കളത്തരങ്ങളെല്ലാം അലീന പൊളിച്ചെടുക്കുന്നതും അലീനെ ഇറക്കിവിടാൻ എൽസമ്മയും വീട്ടുകാരെത്തുന്നതും തുടങ്ങി ഒട്ടനവധി നല്ല ഭാഗങ്ങൾ ഇനി വരാനുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്